എസ് പി ശരത്ത് എഴുതിയ ഉറക്കപ്പിശാച് എന്ന പുസ്തകം നോക്കിയാലോ. പുസ്തകത്തിൻ്റെ 3-ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. മനോരമ ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഉറക്കപ്പിശാച്. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വാപ്പൻ, പേര് നാരായണൻ. അപ്പോൾ ഈ നാരായണൻ വാപ്പൻ കിടന്ന കിടപ്പിൽ പറയുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. പക്ഷെ കഥകളെന്നൊക്കെ പറയുമ്പോൾ നിസാര കഥകളല്ല അങ്ങേര് പറയണത്. ആ കിടന്ന കിടപ്പിൽ വായനക്കാരുടെ കിളി പറിക്കുന്ന കഥകളാണ് അങ്ങേര് പറയണത്. ഓരോ കഥയും തുടങ്ങണത് ഭയങ്കര നിസ്സാരമായിട്ട് നോർമലായിട്ടൊക്കെയാണ്. പക്ഷേ കഥയുടെ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കുണ്ടല്ലോ വായനക്കാരുടെ മനസ്സിലേക്ക് ഭയങ്കര പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നത് നമുക്കറിയാൻ പറ്റും. ഒട്ടുമിക്ക കഥകളുടെ അവസാന ഭാഗമാകുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് ചുറ്റും ആരൊക്കെ ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. സത്യം പറയാലോ, മിക്ക കഥകളും വായിച്ചു കഴിയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും എൻ്റെ പിറകിലൊക്കെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്രയും എഫക്റ്റ് തരുന്നൊരു കഥകളാണ് ഈ നാരായണൻ പാപ്പൻ പറയണത്. പിന്നെ ഓരോ കഥകളും കഥകളായിട്ട് വായിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഈ കഥകളൊക്കെ അങ്ങോട്ട് ആലോചിച്ച് നമ്മുടെ മനസ്സിലേക്കൊക്കെ എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഈ എഴുത്തിലൂടെയൊക്കെ വായനക്കാരുടെ മനസ്സിനെയൊക്കെ അങ്ങോട്ട് ആവാഹിക്കുന്ന ടൈപ്പ് ഒരു പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഇനി നിർത്തിയാൽ തന്നെ നമ്മളറിയാണ്ട് വീണ്ടും പോയി പുസ്തകം കയ്യിലെടുക്കും. പിന്നെ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഈ എഴുത്തുകാരൻ്റെ, അതായത് എസ് പി ശരത്തിൻ്റെ ഒരു കട്ട ഫാനായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മൾ. പുസ്തകത്തിൻ്റെ തീം എന്ന് പറയുന്നത് മിസ്റ്ററി ഹൊറർ എന്നൊക്കെ പറയും. ഹൊറർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് നമ്മളുടെ മുതുമുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള വായ്മൊഴി കഥകൾ, കെട്ടുകഥകളൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് വരുന്ന സാധനമാണ് ഈ പുസ്തകത്തിലുള്ളത്. പിന്നെ വേറൊരു സത്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. എസ് പി ശരത്തിൻ്റെ തന്നെ വരുത്തുപോക്കെന്ന പുസ്തകം കൂടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഉറക്കപ്പിശാച് എന്ന പുസ്തകത്തിൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞിട്ട് ഈ ജന്മം വരുത്തുപോക്ക് ഞാൻ വായിക്കുന്ന എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരുത്തുപോക്കും വായിച്ചിട്ട് ഞാനൊരു റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് പറയാനുള്ള പുസ്തകം എസ് പി ശരത്ത് എഴുതിയ ഉറക്കപ്പിശാച്. ഒട്ടുമിക്കവരും ഇപ്പോൾ വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സാക്കാണ്ട് വായിച്ച് നോക്കൂ കേട്ടോ.